ഗൈസ്, നമ്മൾ +1 ഇൻട്രൊഡക്ഷൻ ടു 3-dimensional geometry എന്ന് പറഞ്ഞൊരു കുഞ്ഞു ചാപ്റ്റർ പഠിച്ചിരുന്നു അല്ലേ? അതിനേക്കാളും കുറച്ചുകൂടി ഇലാബറേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന അഡ്വാൻസ്ഡ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു അടിപൊളി ചാപ്റ്റർ ആണ് 3-dimensional geometry നിങ്ങളുടെ 12th സ്റ്റാൻഡേർഡിൽ. എടാ, ആ ചാപ്റ്റർ ആണ് നമ്മൾ സെറ്റ് ആക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊന്ന് പറയട്ടെ. നമ്മൾ ആദ്യം പഠിച്ച വെക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ 3-dimensional geometry വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് വെക്ടറും 3Dയും കണക്റ്റഡ് ആവുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു വെക്ടർ പറയുമ്പോൾ അതൊരു 2-dimensional സ്പേസിൽ അല്ലെങ്കിൽ നമ്മളൊരു ഇങ്ങനെ പറയുന്ന സമയത്ത് 3-dimensional തന്നെ പറയുമ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മളൊരു വെക്ടർ എന്ന് വിചാരിക്കുക. അതായത് XY ആക്സസ് സെഡുകളുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണ് ഒരു വെക്ടർ എന്ന് വിചാരിക്കുക. അപ്പം ഇങ്ങനൊരു വെക്ടറും നമ്മളൊരു 3-dimensional സ്പേസിൽ വരയ്ക്കുന്ന ഒരു വര, ഒരു ലൈനും തമ്മിലുള്ള വ്യത്യാസം എന്താ മക്കളെ? ഇതാണ് ഇപ്പോൾ സപ്പോസ് എൻ്റെ ലൈൻ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ വെക്ടറും ഈ ലൈനും തമ്മിലുള്ള വ്യത്യാസം എന്താ? വെക്ടർ ഇവിടുന്ന് ഇവിടെ വരെയുള്ളൂ, ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി ഒരു പോയിന്റിലേക്ക് ഡയറക്റ്റഡ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് ആണ് വെക്ടർ. പക്ഷെ ലൈനിന്റെ പ്രത്യേകത എന്താ? അത് രണ്ട് സൈഡിലേക്കും കുറച്ചുകൂടി ഇലോങ്ങേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാത്രമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലൈനിനെ നമുക്ക് എന്തായിട്ട് പറയാം? വെക്ടർ ആയിട്ട് പറയാം. അതാണ് ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻ. മിക്ക സമയത്തും നമ്മൾ ലൈനിനെ ഒരു വെക്ടർ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ല. ഇത് നിങ്ങൾ മനസ്സിൽ വെക്കാം. ഓൾ റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ലൈൻ. നിങ്ങൾ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ വെക്ടർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ഇവിടെ സെയിം സാധനം തന്നെയാണ്. അതായത് നിങ്ങൾ ഒരു ലൈനിനെ ഒരു വെക്ടർ ആയിട്ട് കണക്കാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നുള്ളതാണ്. സോ XI പ്ലസ് YJ പ്ലസ് ZK ആണ് നമ്മുടെ വെക്ടർ R എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത് ഇതിന്റെ സ്കെയിലാർ കോമ്പണൻസ് ആണ്. XYZ എന്ന് പറയുന്ന സ്കെയിലാർ കോമ്പണൻസ്, XI എന്ന് പറയുന്നതാണ് അതിന്റെ വെക്ടർ കോമ്പണന്റ്, YJ ആണ് വെക്ടർ കോമ്പണന്റ്, ZK ആണ് വെക്ടർ കോമ്പണന്റ്. അപ്പൊ സ്കെയിലാർ കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Xും Yയും Zഉം. സോ ഡയറക്ഷൻ റേഷ്യോസ് ഏതൊക്കെയാണ്? Xും Yയും Zഉം ആണ്. ക്ലിയർ? കിട്ടിയല്ലോ. ഇനി നോക്കിക്കേ, ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ. ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ L, M, N എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ചെയ്ത ഡയറക്ഷൻ റേഷ്യോ ഇല്ലേ, അതിന്റെ അതായത് X ഡിവൈഡഡ് ബൈ √(x² + y² + z² ആണ് L എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ x² + y² + z² എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് R ആണ്. ഈ ആറിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചിരുന്നത് ഇങ്ങനെയല്ലേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് R. സോ x മാഗ്നിറ്റ്യൂഡ് ഓഫ് R ആണ് അല്ലെങ്കിൽ ഇതെന്തായിരിക്കും മക്കളെ? y മാഗ്നിറ്റ്യൂഡ് ഓഫ് R ആയിരിക്കും. ഇത് z മാഗ്നിറ്റ്യൂഡ് ഓഫ് R ആയിരിക്കും. ക്ലിയർ ആയോ? ഇതാണ് LMN എന്ന് പറയുന്നത് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഇതിലൊരു റിലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ L² + M² + N² എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, L² + M² + N² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയിരിക്കും. ഇനി ഈ ഡയറക്ഷൻ റേഷ്യോസും കൊസൈൻസും തമ്മിൽ ഭയങ്കര ഒരു ബന്ധമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നോക്കിക്കേ, if a line makes an angles 90 degree, 135 degree and 45 degree with the X, Y and Z axis respectively, find its direction cosines. അപ്പോൾ ഡയറക്ഷൻ കൊസൈൻസ് ആണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചത് അല്ലേ? L is equal to x/√x² + y² + z². പക്ഷെ ഈ ആംഗിൾ തരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ചെറിയൊരു കണ്ടന്റ് പറയാം. അതായത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസിലെ സ്ലോപ്പ് പഠിച്ചിട്ടില്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് X ആക്സിസുമായിട്ട് അതുണ്ടാക്കുന്ന ആംഗിളിന്റെ ടാൻ വാല്യൂ ആണ്, ടാൻ തീറ്റയാണ് സ്ലോപ്പ്. അപ്പൊ ആ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാക്കി തരുന്നത്? ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെ X ആക്സിസിൽ നിന്നും Y ആക്സിസിൽ നിന്നും എത്ര ആംഗിളിലാണ്, എത്ര ചരിഞ്ഞാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ഇൻഫർമേഷൻ ആണ് നമുക്ക് തരുന്നിരുന്നത്. അതേപോലെ തന്നെയാണ് 3-dimensional geometryയിൽ നമ്മുടെ കൊസൈൻസ്, ഡയറക്ഷൻ കൊസൈൻസ് നമുക്ക് തരുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു വെക്ടർ ഫോമിൽ ഒരു ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പഠിച്ചെങ്കിൽ എന്താണ് ഡയറക്ഷൻ കൊസൈൻസ് ഡിനോട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ ഇതിവിടെ X ആക്സിസുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? ആ ആംഗിളിനെ ഞാൻ ആൽഫ എന്ന് വിളിച്ചു. ഒരു ലൈൻ X ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ ഞാൻ ആൽഫ എന്ന് വിളിച്ചു. റൈറ്റ്. ഇനി ഇതേ ലൈൻ Y ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ മക്കളെ, അതിനെ ഞാൻ ബീറ്റ എന്ന് വിളിച്ചു. ബീറ്റ. റൈറ്റ്. ഇനി ഇതേ സാധനം Z ആക്സിസുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുമല്ലോ, അത് നമ്മുടെ ഗാമയാണ്. 3 ആക്സിസ്. ആ ആംഗിൾസിന്റെ വാല്യൂ ആണ് ഇവിടെ തന്നത്. നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ X ആക്സിസുമായിട്ട് 90 ഡിഗ്രി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രയാ? ആൽഫയാണ് 90 ഡിഗ്രി.
ബീറ്റ എത്രയാണ്? വൈ ആക്സിസുമായിട്ട് 135 ഡിഗ്രി ആണ് ഉണ്ടാക്കുന്നത്. ഗാമയായിട്ട് ഇത് 45 ഡിഗ്രി ആണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ കൊസൈൻസ് എന്താന്നുള്ളതാണ്. ഒന്നുമില്ല, സിമ്പിൾ. ഈ വാല്യൂസിന്റെ ഒക്കെ കോസ് എടുത്താൽ മതി. കോസ് ആൽഫയാണ് നമ്മുടെ എം എന്ന് പറയുന്ന വാല്യൂ. ഈ നമ്മൾ കണ്ടുപിടിച്ച എക്സ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഇല്ലേ, അതും കോസ് ആൽഫ എന്ന് പറയുന്ന എമ്മും സെയിം ആണ്. അപ്പൊ ഇത് രണ്ടും ഒരേ സാധനമാണ്, പക്ഷെ രണ്ട് തരത്തിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതെപ്പോഴാ? ലൈൻ ഒരു വെക്ടർ ഫോമിൽ നമുക്ക് കിട്ടുമ്പോൾ. ഇതെപ്പോഴാ? ഇത് നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ എക്സ് ആക്സിസും ലൈനും കിട്ടുമ്പോൾ. അപ്പൊ ഇവിടെ നോക്കിക്കേ, കോസ് ആൽഫയാണ് എം, കോസ് ബീറ്റയാണ് എൻ എന്ന് പറയുന്നത്, കോസ് ഗാമയാണ് സോറി എൽ എം എൻ ആണ് അല്ലേ, എൽ എം എൻ ആണ്. ഓക്കെ, സോ എൽ എം എൻ ഇതേ ഓർഡറിലാട്ടോ മക്കളെ, ജസ്റ്റ് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ എൽ ആണ്, കോസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എം ആണ്, കോസ് ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ആണ്. സോ ഇനി കോസ് 90, എൽ എന്ന് പറഞ്ഞാൽ എത്രയാടാ? കോസ് 90. കോസ് 90 എത്രയാ? കോസ് 90 0. ഇനി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? കോസ് 135. അതാ പെട്ടു. നമുക്ക് കോസിന്റെ വാല്യൂ 135 അറിയാമോ? ഇല്ല. പക്ഷെ നമുക്കറിയാം 180 മൈനസ് 45 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ് കിട്ടും. ഏത് കോസ്? നെഗറ്റീവ് കോസ് കിട്ടും. സോ ദിസ് ഈസ് മൈനസ് കോസ് 45. അല്ലെങ്കിൽ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? കോസ് ഓഫ് 180 മൈനസ് 45 എന്ന് എഴുതാം. അതായത് മൈനസ് കോസ് 45 ആണ്. 180ൽ നിന്ന് നമ്മൾ തീറ്റ കുറച്ച് കഴിഞ്ഞാൽ 180 മൈനസ് തീറ്റ, അത് നെഗറ്റീവ് കോസ് തീറ്റയാണ്. സോ മൈനസ് 45. എടാ, കോസ് 45 വാല്യൂ മൈനസ് 1/√3 ആണ്. ഇവിടെ നെഗറ്റീവ് ഉള്ളത് കൊണ്ട് മൈനസ് 1/√2. ക്ലിയർ ആയോ? ഇനി എൻ കണ്ടുപിടിക്കണം. എന്നിന്റെ വാല്യൂ എന്താടാ? കോസ് ഗാമയാണ്. കോസ് ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ഓഫ് 45 ഡിഗ്രി. കോസ് ഓഫ് 45 എത്രയാ? കോസ് 45 1/√2. 1/√2. സോ നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസ് ഏതൊക്കെയാ മക്കളെ? L is equal to 0, M is equal to minus 1/√2, N is equal to 1/√2. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് എൽ എം എൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അടുത്ത കേസ് നോക്കിക്കേ. A line makes equal angle with the coordinate axis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസുമായിട്ടും വൈ ആക്സിസുമായിട്ടും സെഡ് ആക്സിസുമായിട്ടും നമ്മുടെ ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ സെയിം ആണ്. അതായത് ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമയാണ്. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കുക. സോ എല്ലും എമ്മും എന്നും എന്ത് തന്നെയായിരിക്കും? ഇത് സപ്പോസ് നമ്മളൊരു തീറ്റ എന്ന് എടുക്കാന്ന് വിചാരിക്കാം. അപ്പൊ എല്ലും എമ്മും എന്നും എന്ത് തന്നെയാണ്? കോസ് തീറ്റയാണ്. കോസ് തീറ്റ തന്നെയാണ്. ഇനി അത് കണ്ടുപിടിക്കാനുള്ള മെത്തഡ് എന്താണ്? നമുക്കറിയാം എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ് എന്നൊരു റിലേഷൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ മക്കളെ? അപ്പൊ എന്ത് കിട്ടി? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. അതായത് 3 ടൈംസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ എന്താ? കോസ് സ്ക്വയർ തീറ്റ 1/3 ആണ്. കോസ് തീറ്റ എന്താടാ? കോസ് തീറ്റ 1/√3 പ്ലസ് ഓർ മൈനസ് 1/√3. ക്ലിയർ ആയോ? ഡയറക്ഷൻ കൊസൈൻസ് വെച്ച് നമ്മൾ ആൻസർ കണ്ടുപിടിച്ച് കിട്ടിയ നോക്കിയേ, എല്ലാ ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ അത് തീറ്റ എന്ന് എടുത്തു. പിന്നെ ഇത് മൂന്നും കോസ് തീറ്റ ആയിരിക്കും. എല്ലും എമ്മും എന്നും കോസ് തീറ്റയാണ്. ഇനി ഈ റിലേഷൻ വെച്ചിട്ട് നമ്മൾ എല്ലാത്തിലും കോസ് സ്ക്വയർ കൊടുത്തു. അവിടെ നമ്മൾ കോസിന്റെ വാല്യൂ 1/√3 നെഗറ്റീവ് ഓർ പോസിറ്റീവ് ആണ് കണ്ടുപിടിച്ചു. അടുത്ത ചോദ്യം. ഇഫ് എ ലൈൻ ഹാസ് ഡയറക്ഷൻ റേഷ്യോസ് 3, 1, 2 ഡിറ്റർമൈൻ ഇറ്റ്സ് ഡയറക്ഷൻ കൊസൈൻസ്. ഡയറക്ഷൻ റേഷ്യോസ് എയും ബിയും സിയും നമുക്ക് തന്നിട്ടുള്ളത് 3, 1, 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കണം. എടാ, നമ്മൾ നേരത്തെ എന്താ പറഞ്ഞ? ഒരു വെക്റ്റർ ആറിന്റെ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ഉണ്ടെങ്കിൽ ഈ എക്സും വൈയും സെഡും ആണ് എന്ത്? ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് വെച്ചിട്ട് ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്യുന്ന ഓരോ വാല്യൂസും ആയിരുന്നു ഡയറക്ഷൻ കൊസൈൻസ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ എ ഡയറക്ഷൻ റേഷ്യോസ് വന്നു കഴിഞ്ഞാൽ a/√(a² + b² + c², അല്ലെങ്കിൽ 3/√9 + 1 + 4, അതായത് √14. സോ 3/√14. ക്ലിയർ ആയോ? ഡയറക്ഷൻ റേഷ്യോസ് ആയിട്ട് തന്നത് നമുക്ക് വെക്ടറിന്റെ കേസിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ എം എന്ന് പറഞ്ഞാൽ എന്താണ്? b/ ഇതിന്റെ വെക്ടർ വരുന്ന കേസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ, അല്ലെങ്കിൽ ഈ √14 എന്ന് വെച്ചാൽ എത്രയാ? 1/√14. n എന്ന് പറഞ്ഞാൽ എത്രയാ? 2/√14. സിമ്പിൾ അല്ലേ? 3/√14, 1/√14, 2/√14. ഇത് മൂന്നും ആയിരിക്കും എന്ത്? ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്.
അടുത്തത് find the direction, cosines and ratios of the line passing through the 2 points 3, 2, -5 and 1, 2, 1. രണ്ട് പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ, ആ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസും ഡയറക്ഷൻ കൊസൈൻസും നമ്മൾ കണ്ടുപിടിക്കണം. എടാ രണ്ട് പോയിന്റ് തന്നു കഴിഞ്ഞാൽ അതിലൂടെ പാസ് ചെയ്യുന്ന വെക്ടർ കണ്ടുപിടിക്കാൻ നമുക്കറിയില്ല. എങ്ങനെയാ? x2 - x1 i പ്ലസ് y2 - y1 j പ്ലസ് z2 - z1 k ആണ് ആ ഒരു വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയൊരു വെക്ടർ ഉണ്ടാക്കിക്കേ. നമ്മൾ ലൈനിന് പകരം എന്ത് ചെയ്യാണ്? ലൈൻ ഒരു വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. സോ 1 - 3 അപ്പൊ -2i, 2 - 2 അപ്പൊ 0j, 1 - -5 അപ്പൊ +6k. അതായത് -2i + 6k എന്നുള്ളതായിരിക്കും നമ്മുടെ പുതിയ വെക്ടർ. അപ്പൊ ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? ഇപ്പൊ ആ ലൈനിന് പകരം നമുക്കൊരു വെക്ടർ ഫോം കിട്ടി. ഇനി ഈ വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോസും കൊസൈൻസും കണ്ടുപിടിച്ചാൽ മതി. സിമ്പിൾ. ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ റേഷ്യോസ് ഈ വെക്ടറിന്റെ സ്കെയിലാർ കോമ്പണൻസ്. സോ -2, 0, 6 ആയിരിക്കും ഡയറക്ഷൻ റേഷ്യോസ്. ഇനി ഡയറക്ഷൻ കൊസൈൻസ് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചൂടെ? ഡയറക്ഷൻ കൊസൈൻസ് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ -2/√(-2² + 0² + 6². So L is equal to -2 divided by √(4 + 0 + 36. അതായത് -2 divided by √40 ആയിരിക്കും നമ്മുടെ L എന്ന് പറയുന്ന ഡയറക്ഷൻ കൊസൈൻ. M എന്ത് വരും? M is equal to 0 വരും അല്ലേ? N എന്ത് വരും? 0 എന്ത് ചെയ്താലും 0 തന്നെയല്ലേ? സോ 0 വരും. ഇനി 6/√40. 6/√40 ഇത് മൂന്നുമായിരിക്കും നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസ്. കണ്ടോ? ഡയറക്ഷൻ കൊസൈൻസ് ആണ് നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻസിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ടൈപ്പ് മാറി വരുന്നുണ്ട്. ശരിയല്ലടാ? ഇനി നോക്കിക്കേ. ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എക്സ്, വൈ ആൻഡ് സെഡ് ആക്സിസ്. എക്സ് ആക്സിന്റെയും വൈ ആക്സിന്റെയും സെഡ് ആക്സിന്റെയും ഡയറക്ഷൻ കൊസൈൻസ് എന്തായിരിക്കും നോക്കാം. അപ്പം നമുക്ക് വേണ്ടത് എക്സ് ആക്സിസിന്റെ നോക്കാം. എക്സ് ആക്സിസിന്റെ കേസാണ് ആദ്യം എടുക്കുന്നത്. അപ്പൊ കൊസൈൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ആൽഫ വേണം, ബീറ്റ വേണം, ഗാമ വേണം. എടാ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് തന്നിട്ടുള്ള ലൈൻ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ലൈൻ ആംഗിൾ ആണ് ആൽഫ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എക്സ് ആക്സിസ് തന്നെ ലൈൻ ആയിട്ട് എടുത്താലോ? എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാ? 0. ആൽഫ 0 ആണ്. അപ്പൊ കോസ് ആൽഫ, അതായത് L is equal to കോസ് ആൽഫ എന്ത് വരും? cos 0 1 വരും. ഇനി M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ് ബീറ്റ അല്ലെ? കോസ് ബീറ്റ. ബീറ്റ എന്താ മക്കളെ? ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ലൈൻ വൈ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് വേണ്ടത്. നോക്കിക്കേ, എക്സ് ആക്സിസ് വൈ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാ? 90 ഡിഗ്രി അല്ലേ? സോ ബീറ്റ എത്രയായിരിക്കും വരിക? ബീറ്റ ഇസ് 90 ഡിഗ്രി. കോസ് 90 എത്രയാ? 0. അതുപോലെ തന്നെ N എന്ന് പറയുന്നത് കോസ് ഗാമയാണ്. ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ലൈൻ സെഡ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. എക്സ് ആക്സിസ് സെഡ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അതും എത്ര തന്നെയാ? അപ്പൊ കോസ് ആൽഫയും 0 തന്നെ. സോ നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസ് ഏതൊക്കെയായിരിക്കും? ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എക്സ് ആക്സിസ് ഏതൊക്കെയാ മക്കളെ വരുന്നത്? 1, 0, 0. എടാ അങ്ങനെയാണെങ്കിൽ വൈ ആക്സിസിന്റെയും സെഡ് ആക്സിസിന്റെയും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാണ്ട് പറയാൻ പറ്റുമോ? ഇവിടെ 1 ഫസ്റ്റത്തത് എക്സിന്റെ മാത്രമാണ് 1 വന്നത്. അപ്പൊ വൈയിൽ എന്തായിരിക്കും സംഭവിക്കുക? എക്സോ ആയിട്ടുള്ള ആംഗിൾ 0 ആയതുകൊണ്ട്, എക്സോ ആയിട്ടുള്ള ആംഗിൾ 90 ആയതുകൊണ്ട് കോസ് ആൽഫ കോസ് 90 0 ആയിരിക്കും. വൈ ആക്സിസുമായിട്ട് വൈ ആക്സിസ് മേക്ക് ചെയ്യുന്നത് 0 ഡിഗ്രി ആയതുകൊണ്ട് കോസ് 0 1 ആയിരിക്കും. പിന്നെ എന്ത് വന്നു? 0 വന്നു. അപ്പൊ ഇവിടെ എന്ത് വരും? 0, 0, 1 ആയിരിക്കും വരിക. സിമ്പിൾ അല്ലേ? അതെ. അപ്പൊ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എക്സ്, വൈ ആൻഡ് സെഡ് ആക്സിസ് കിട്ടി. ഇനി നോക്കിക്കേ, ഇക്വേഷൻ ഓഫ് എ ലൈൻ. നമ്മൾ സ്ട്രേറ്റ് ലൈൻസിലൊക്കെ പലതരം ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ് ആൻഡ് പാരലൽ ടു എ ഗിവൺ വെക്ടർ. അതായത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്ന ലൈനില്ലേ, ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഈ ലൈനിൽ ഇതിന്റെ മേലെയുള്ള ഒരു പോയിന്റ് x1, y1, z1 വന്ന ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. പിന്നെ ഇതിനോട് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടർ ബി, അതായത് ആ വെക്ടർ ബിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ai പ്ലസ് bj പ്ലസ് ck എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെക്ടർ ബി നമുക്ക് തന്നിട്ടുണ്ടാവും. ആൻഡ് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ആർബിട്രറി പോയിന്റ് ആയിട്ടുള്ള വെക്ടർ ആർ ഇല്ലേ, അതായത് സം xi പ്ലസ് yj പ്ലസ് zk. അപ്പം ഇത് ഏത് പോയിന്റ് വേണമെങ്കിലും ആവാം. ആർ എന്ന് പറയുന്ന ഈ വെക്ടർ പൊസിഷൻ വെക്ടർ ഏതിന്റെ വേണമെങ്കിലും പൊസിഷൻ വെക്ടർ ആവാം.
അപ്പം ഇതിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r is equal to vector a plus lambda into vector b എന്നുള്ളതാണ്. ക്ലിയർ ആയോ മക്കളെ? r is equal to vector a plus lambda b. എവിടുന്ന ഈ വെക്ടർ a കിട്ടിയേ? വെക്ടർ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നൊരു പോയിന്റ് ഇല്ലേ, x1 y1 z1 എന്ന് പറഞ്ഞ ഈ ലൈനിന്റെ മേലൊരു പോയിന്റ് തന്നിട്ടില്ലേ, അതിന്റെ പൊസിഷൻ വെക്ടർ ആണ് a എന്ന് പറയുന്ന വെക്ടർ. എങ്ങനെ നമ്മൾ a ഉണ്ടാക്കുക? x1 y1 z1 കിട്ടിയിട്ടുണ്ടെങ്കിൽ വെക്ടർ a എങ്ങനെ ഉണ്ടാക്കാന്ന് അറിയോ? x1i പ്ലസ് y1 j പ്ലസ് z1 k. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. ഓക്കെ, പിന്നെ a നമുക്ക് കിട്ടി, ലാംഡ ഒരു കോൺസ്റ്റന്റ് ആണ്, b എന്ന് പറയുന്നത് ai പ്ലസ് bj പ്ലസ് ck ആണ്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫോം, അതായത് ഇപ്പം എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ എഴുതുകയാണെങ്കിൽ എന്താ വരിക? r is equal to, r എന്ന് പറയുന്ന വെക്ടർ is equal to a എന്ന് പറയുന്നത് x1i പ്ലസ് y1 j പ്ലസ് z1 k ഈക്വൽ ടു അല്ല പ്ലസ് ലാംഡ ഇൻറ്റു ബി. ബി എന്ന് പറഞ്ഞാൽ എന്താ? ai പ്ലസ് bj പ്ലസ് ck. ഇതായിരിക്കും അതിന്റെ ഫോമാറ്റ് വരിക. ഇങ്ങനത്തെ കുറേ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനിട്ട്. ഇനി ഇത് വെക്ടർ ഫോമിലാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഇനി കാർട്ടീഷ്യൻ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റുകളായിട്ട് വെച്ചിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വരിക എന്നുള്ളതാണ്. നോക്കിയേ, നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? r is equal to vector a plus lambda into vector b. ഇതിൽ ഓരോന്നിന്റെ എക്സ്പാൻഷൻ നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ വരിക നോക്കിയേ, r എന്ന് പറയുന്നതിൽ xi പ്ലസ് yj പ്ലസ് zk is equal to vector a പ്ലസ് ഇപ്പൊ ഇവിടെ വരും എന്താ x1i പ്ലസ് y1 j പ്ലസ് z1k പ്ലസ് ലാംഡ ഇൻറ്റു ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഞാനിതാ ഈ x1 ഇവിടെയുള്ള ഐയുടെ കോമ്പണൻസ് മാത്രമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് x മൈനസ് x1 ബൈ a എന്നായിരിക്കും. ഇത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? y മൈനസ് y1 ബൈ b ഈക്വൽ ടു z മൈനസ് z1 ബൈ c. നിങ്ങൾ ഇതിന്റെ എങ്ങനെ വന്നു എന്നുള്ള ഫോർമുല ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതൊരു ഇക്വേഷൻ ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി എന്താന്നാടാ, നമുക്ക് തന്നിരിക്കുന്ന ലൈൻ ഇല്ലേ, നമുക്ക് തന്നിരിക്കുന്ന ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റുകളാണ് x1 y1 z1 എന്ന് പറയുന്നത്. x1 y1 z1. ഇനി അത് എന്തിനോട് പാരലൽ ആണ്? ഒരു വെക്ടർ ഉണ്ടാവുമല്ലോ, ai പ്ലസ് bj പ്ലസ് ck. ആ ഡയറക്ഷൻ വെക്ടറിന്റെ കോമ്പണൻസ്, സ്കെയിലർ കോമ്പണൻസ് ആണ് ഡിനോമിനേറ്റർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ x മൈനസ് x1 ബൈ a is equal to y മൈനസ് y1 ബൈ b is equal to z മൈനസ് z1 ബൈ c. മക്കളെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫോമാറ്റ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ മേലെയുള്ള പോയിന്റുകളിൽ കൂടെയാണ് നമ്മുടെ ലൈൻ കടന്നു പോകുന്നത്. ഇത് എ ബി സി എന്ന് പറഞ്ഞ ഡയറക്ഷൻ വെക്ടർ ആണ്. അതിനോട് പാരലൽ ആയിട്ടുള്ള വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്ഷൻ ആണ് കാണിച്ചു തരുന്നത്. സോ ഡയറക്ഷൻ വെക്ടറിന്റെ സ്കെയിലർ കോമ്പണന്റ് ആണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യനിൽ ഈ എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും കോഎഫിഷ്യൻസ് +1 തന്നെ അല്ലേ എന്ന് ഉറപ്പിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അത് ഈ ഫോമിലേക്ക് മാറ്റി എഴുതേണ്ടതായിട്ട് വരും. ക്ലിയർ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Find the vector and Cartesian equations of the line through the point 5, 2, -4 and which is parallel to the vector 3i plus 2j minus 8k. അപ്പം നമ്മുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ പോയിന്റ് ഏതാ? ഇതാണ് x1 y1 z1. ഇതാണ് x1 y1 z1. അല്ലെങ്കിൽ വെക്ടർ a എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ ഉള്ള വെക്ടർ ഇവിടെ നിന്നാണ് ഉണ്ടാക്കാൻ പറ്റുക. ഇതാണ് നമ്മുടെ വെക്ടർ b എന്ന് പറയുന്ന ai പ്ലസ് bj പ്ലസ് ck എന്ന് പറയുന്ന വെക്ടർ. ക്ലിയർ അല്ലേ? ഇനി ആദ്യം നമ്മുടെ വെക്ടർ ഇക്വേഷൻ എഴുതാം. വെക്ടർ ഇക്വേഷൻ എന്തായിരുന്നു? a പ്ലസ് ലാംഡ ബി ആണ് r അല്ലേ? r is equal to a പ്ലസ് ലാംഡ ബി എന്നുള്ളതാണ് നമ്മുടെ വെക്ടർ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അത് ചെയ്യാം. സോ പൊസിഷൻ വെക്ടർ r is equal to, എടാ വെക്ടർ a എങ്ങനെ ഉണ്ടാക്കുക നമ്മൾ? ഇതിന്റെ xi പ്ലസ് x1i പ്ലസ് y1j പ്ലസ് z1k, അതായത് 5i പ്ലസ് 2j മൈനസ് 4k പ്ലസ് ലാംഡ ഇൻറ്റു ബി വെക്ടർ ആയിട്ട് തന്നെ തന്നതുകൊണ്ട് 3i പ്ലസ് 2j മൈനസ് 8k എന്ന് സിമ്പിൾ ആയിട്ട് എഴുതാം. ക്ലിയർ അല്ലേ മക്കളെ? ഇതാണ് വരിക. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് കാർട്ടീഷ്യൻ ഫോമിലേക്ക് പോവാം. കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്തായിരുന്നു ഫോമാറ്റ്? x മൈനസ് x1 ബൈ a is equal to y മൈനസ് y1 ബൈ b is equal to z മൈനസ് z1 ബൈ c. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തത് x മൈനസ് x1 ഏതാ? 5. സോ x മൈനസ് 5 ബൈ a എന്താ മക്കളെ? നമുക്ക് ഡയറക്ഷൻ വെക്ടറിനകത്തുള്ള
iന്റെ കോമ്പണന്റ്. സോ എക്സ് മൈനസ് 5/3 ഈക്വൽ ടു y മൈനസ് y1 ഏതാ ഇവിടെ 2 ആണ് ഡിവൈഡഡ് ബൈ ഇവിടത്തെ 2 ഇസ് ഈക്വൽ ടു z. ഇവിടെ -4 അല്ലേ വന്നേ, അപ്പൊ z മൈനസ് -4 എന്ത് വരും, z+4 വരും ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരും, -8 വരും. കണ്ടോ, ഇതാണ് നമ്മുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ വരുന്നത്. സോ വെക്ടർ ഇക്വേഷൻ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഇതൊരു ഡയറക്റ്റ് ചോദ്യമാണ്. കൃത്യമായിട്ട് നമുക്ക് അതേപോലെ നമുക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഡെഫിനിഷൻ പ്രകാരം തന്നെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഇനി നോക്കിക്കേ, അടുത്തതില് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഇൻ വെക്ടർ ആൻഡ് കാർട്ടീഷ്യൻ ഫോം that passes through the point with the position vector. ഇവിടെ നമുക്ക് വെക്ടർ എ ആയിട്ടാണ് തന്നിരിക്കുന്നത്, വെക്ടർ എ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ പൊസിഷൻ വെക്ടർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേത് ഫോർമുല, x1i പ്ലസ് y1j പ്ലസ് z1k യിലാണ്. അപ്പൊ x1 ഉം y1 ഉം z1 അവിടെ നിന്ന് കിട്ടുമല്ലോ, കിട്ടും. ഇനി ഡയറക്ഷൻ ഏതിന്റെ ഡയറക്ഷനിലാണ്, ഇതാ ഇതിന്റെയാണ്. അപ്പൊ വെക്ടർ ബി നമുക്ക് തന്നിരിക്കുന്നത് i പ്ലസ് 2j മൈനസ് k ആയിട്ടാണ്. ക്ലിയർ? അപ്പൊ നമ്മുടെ വെക്ടർ ഇക്വേഷൻ എന്താ മക്കളെ, വെക്ടർ ഇക്വേഷൻ ഒന്ന് എഴുതിക്കേ. വെക്ടർ ഇക്വേഷൻ r is equal to വെക്ടർ a പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ ബി. വെക്ടർ എ എന്താ, വെക്ടർ എ നമുക്ക് അതേപോലെ എഴുതിക്കളെ, 2i മൈനസ് ജെ പ്ലസ് 4k പ്ലസ് ലാംഡ ഇൻറ്റു ബി എന്ത് വരും, ഈ വെക്ടർ വരും i പ്ലസ് 2j മൈനസ് k വരും. ക്ലിയർ? ഓക്കെ, അതവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാ വേണ്ടേ, നമ്മുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ വേണം, റൈറ്റ്? കാർട്ടീഷ്യൻ ഫോർമാറ്റ് എന്തായിരുന്നു, x മൈനസ് x1 ബൈ എ ഇസ് ഈക്വൽ ടു y മൈനസ് y1 ബൈ ബി ഇസ് ഈക്വൽ ടു z മൈനസ് z1 ബൈ സി. ഓക്കെ, ഇനി ഇവിടുന്ന് x മൈനസ് x1 എന്താ, x1 എന്ന് പറഞ്ഞാൽ നമ്മുടെ എ വെക്ടറിലുള്ള iന്റെ കോമ്പണന്റ്. സോ x മൈനസ് x1 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ് ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഐയുടെ കോമ്പണന്റ് എന്ന് 1 ആണ്, മൈനസ് y മൈനസ് ഇവിടെ -1 ആണ്, സോ +1 വരും ഡിവൈഡഡ് ബൈ ഇവിടെ 2 ആണ് ഈക്വൽ ടു z മൈനസ് 4 വരും ഡിവൈഡഡ് ബൈ എത്ര വരും, -1. സിമ്പിൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആൻഡ് വെക്ടർ ഇക്വേഷൻ സെറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് വേഗം ചാടാം. ഫൈൻഡ് ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ, കാർട്ടീഷ്യൻ മാത്രം മതി കേട്ടോ, which passes through the point -2, 4, -5 and parallel to the given vector അല്ലെങ്കിൽ given line. ഓക്കെ, ഇവിടെ നമുക്ക് പാരലൽ ഡയറക്ഷൻ വെക്ടർ തന്നിരിക്കുന്നത് ഏത് ഫോർമുല, കാർട്ടീഷ്യൻ ഫോർമുല. അപ്പൊ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയാണ് നമുക്ക് വെക്ടർ തരുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നതാ ഈ ഡിനോമിനേറ്റേഴ്സ് ഇല്ലേ 3ഉം 5ഉം 6ഉം അതായിരിക്കും പാരലൽ വെക്ടർ, അല്ലെങ്കിൽ നമ്മുടെ വെക്ടർ പാരലൽ ടു എന്ന് പറഞ്ഞ് തരുന്ന സാധനം ഏതാണെന്നറിയോ, 3i പ്ലസ് 5j പ്ലസ് 6k എന്നുള്ളതായിരിക്കും. ഇതാണ് നമ്മുടെ വെക്ടർ ബി ആയിട്ട് വരിക. ഇങ്ങനെ തരുന്ന കേസിൽ ഇതിന്റെ ഡിനോമിനേറ്റേഴ്സ് ആണ് നമ്മുടെ വെക്ടർ ബി. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ അല്ലേ, പോയിന്റും കിട്ടി. സോ കാർട്ടീഷ്യൻ ഇക്വേഷൻ മതി. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ മാറ്റുള്ളത് എന്തിനു മാത്രമായിരിക്കും, ഈ മേലെയുള്ള പോയിന്റ്സിന് മാത്രമായിരിക്കും. ആ പോയിന്റ്സിന് പകരം ഈ പോയിന്റ്സ് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ സംഗതി ക്ലീൻ അല്ലേ, ശരിയല്ലേ? അതായത് എക്സ് -2 ഡിവൈഡഡ് ബൈ എന്ത് തന്നെ വരും, 3 തന്നെ വരും ഈക്വൽ ടു y മൈനസ് ഇവിടെയും 4 ആണ് ഡിവൈഡഡ് ബൈ 5 വരും ഈക്വൽ ടു z മൈനസ് -5. അപ്പൊ z പ്ലസ് 5 ഡിവൈഡഡ് ബൈ അവിടുത്തെ 6 വരും. ഇത്രയും മാത്രമാണ് ആകെ ഒരു വ്യത്യാസം വരാനുള്ളത്. ക്ലിയർ അല്ലേടാ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഇതിന്റെ വെക്ടർ ഫോം എഴുതണം. കാർട്ടീഷ്യൻ ഇക്വേഷൻ ഇത് വെക്ടർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. വെക്ടർ ഫോം എന്താ, r is equal to വെക്ടർ a പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ ബി. എ എന്ന് പറയുന്നത് ഏതായിരുന്നു, നമ്മുടെ x1 y1 z1 ഈ ലൈൻ കടന്നു പോകുന്ന പോയിന്റുകൾ. അതേതൊക്കെയാ, ഈ പോയിന്റുകളാണ് വരിക. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഡയറക്റ്റ് ആയിട്ട് x1 5ഉം x2 4ഉം x3 -6 എന്ന് എഴുതാൻ പറ്റും നമുക്ക്? നമ്മൾ ഇവിടുത്തെ ജനറൽ ഫോം ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ x മൈനസ് x1 ബൈ എ എന്നാണ് നമ്മുടെ ഫസ്റ്റ് ടേം വരേണ്ടത്. അത് ഏത് കേസിലാ, x1 ഫസ്റ്റ് വാല്യൂ ആവുന്ന സമയത്ത്. പക്ഷെ ഇവിടെ എന്താ ഉള്ളത്, x പ്ലസ് 5 എന്നുള്ളത് അല്ലേ. അപ്പൊ നമ്മൾ ഇതായത് ഇവിടെ y മൈനസ് y1 ബൈ ബി z മൈനസ് z1 ബൈ സി എന്നില്ലേ. അപ്പൊ ഈ സാധനത്തിനെ, ഈ ഇക്വേഷനെ നമ്മൾ ഈ ഫോമാറ്റിലേക്ക് കൊണ്ടുവരണം. ഈ ഫോമാറ്റിലേക്ക് എങ്ങനെ കൊണ്ടുവരിക നോക്കിയേ, x മൈനസ് -5/4 ഈക്വൽ ടു y മൈനസ് -4 ബൈ 6 ഈക്വൽ ടു z മൈനസ് 6 ബൈ -2. ഒന്നുമില്ല, അവിടെ പ്ലസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ x1 എത്രയായിരിക്കും, മൈനസ് വാല്യൂ ആയിരിക്കും. ഇവിടെ മൈനസ് ആണെങ്കിൽ നമ്മുടെ വാല്യൂ പ്ലസ് ആയിരിക്കും. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സിന്റെയും വൈന്റെയും വാല്യൂസ് കൃത്യമായിട്ട് കിട്ടും. പോയിന്റ് ഏതാ, പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ പോയിന്റ് ഏതൊക്കെയായിരിക്കും, -5, -4, 6 ഇതിലൂടെ ആയിരിക്കും നമ്മുടെ ലൈൻ കടന്നു പോകുന്നുണ്ടാവുക. ക്ലിയർ?
ഇനി നമുക്ക് വേണ്ട ഡയറക്ഷൻ വെക്ടർ ആണ്. ഡയറക്ഷൻ വെക്ടർ ഏതായിരിക്കും? ഈ 3 പോയിന്റ്. ക്ലിയർ? സോ വെക്ടർ ബി എന്ന് പറയുന്നത് ഏതായിരിക്കും മക്കളെ? വെക്ടർ ബി എന്തായിരിക്കും? 4i + 6j - 2k. ഇനി ഇതാ ഈ പോയിന്റും വെക്ടറും കിട്ടിക്കഴിഞ്ഞാൽ വെക്ടർ ഫോമിലേക്ക് മാറ്റി എഴുതാം. സോ വെക്ടർ r is equal to -5i - 4j + 6k plus lambda into ഈ വെക്ടർ 4i + 6j - 2k. സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ, ഒന്നുമില്ല ഇതിനകത്തൊന്നും. റെഡി? നോക്കട്ടെ. ഇനി അടുത്ത ടോപ്പിക് നോക്കിക്കേ, ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്. നിങ്ങൾ ഇത് വെക്ടറിലും ഇതേപോലെ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് അതേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ നമുക്ക് 2 ലൈൻസ് L1 L2 ഉണ്ട്. അപ്പൊ ഒബ്വിയസ്ലി ഇവരുടെ ഇടയിൽ ഒരു ആംഗിൾ, ഒരു അക്യൂട്ട് ആംഗിൾ തീറ്റയും ഒരു വലിയ ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിട്ട് ഒരു ഫൈ ആംഗിളും വരുന്നുണ്ടാകും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വെക്ടറിൽ പഠിച്ച അതേപോലെ തന്നെയാണ് കേട്ടോ. 2 വെക്ടേഴ്സ് B1 B2 ആണെങ്കിൽ അവർ തമ്മിലുള്ള ആംഗിളിന്റെ കോസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ B1.B2 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B2. ഇതിന്റെ മോഡുലസ് നമ്മൾ എടുക്കണം. റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഡുലസ് എടുക്കുമ്പോഴാണ് അതിന്റെ ഇപ്പൊ B1.B2 നമുക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു നെഗറ്റീവ് സ്കെയിലർ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നുണ്ട്, ഒരു -2 ആയിരിക്കും. അപ്പൊ ആ സമയത്ത് എന്താവും? കോസ് തീറ്റയുടെ വാല്യൂ മാറിയിട്ട് അതൊരു ഒബ്റ്റ്യൂസ് വലിയ ആംഗിളിലേക്ക് പോകും. നമ്മളിവിടെ ചെറിയ ആംഗിൾ, അക്യൂട്ട് ആംഗിൾ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് പോസിറ്റീവ് വാല്യൂസ് മാത്രം മതി. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മോഡ് ഇടുന്നത്. അക്യൂട്ട് ആംഗിൾ മാത്രം കൺസിഡർ ചെയ്യാനുള്ള ഇക്വേഷൻ ആണിത്. ക്ലിയർ ആയോ? അക്യൂട്ട് ആംഗിൾ മാത്രം. സോ cos theta is equal to modulus of B1.B2 divided by magnitude of B1 into magnitude of B2 ആണ് എന്തിനാ? 2 ലൈൻസ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ തന്നെ നമുക്ക് 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആവുമ്പോഴും പാരലൽ ആവുമ്പോഴും ഉള്ള കണ്ടീഷൻസ് ഉണ്ട്. വെക്ടർ എപ്പോഴായിരുന്നു, 2 വെക്ടേഴ്സ് എപ്പോഴായിരുന്നു പെർപെൻഡിക്കുലർ ആവുന്നത്? അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആവുമ്പോൾ. ഇവിടെ അത് തന്നെയാണ്. ഈ B1.B2 എന്ന് പറയുന്നത് 0 ആവുന്ന കേസാണ്. B1.B2 0 ആവുന്ന കേസിലാണ് എന്താവുക? പെർപെൻഡിക്കുലർ ആവുക എന്ന് പറയാം. റൈറ്റ്. പാരലൽ ആവുന്ന കേസ് എന്തായിരിക്കും മക്കളെ? 2 വെക്ടേഴ്സ് പാരലൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? കൊലീനിയർ ആവുന്ന കേസാണ് അല്ലെ? അപ്പം ഈ 2 കേസിലേക്ക് ഞാൻ ഒരു ജനറലി 2 വെക്ടേഴ്സ് എടുക്കുകയാണ്. ഇപ്പൊ എന്റെ B1 എന്ന് പറഞ്ഞ വെക്ടർ A1i + A2j + A3k ആണ്. B2 എന്ന് പറയുന്ന വെക്ടർ B1i + B2j + B3k ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം B1.B2 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? A1 B1 + A2 B2 + A3 B3. ഇത് 0 ആയിരിക്കണം എന്നുള്ളതാണ് പെർപെൻഡിക്കുലറിന്റെ കണ്ടീഷൻ. പാരലലിലേക്ക് വരുമ്പോൾ 2 വെക്ടേഴ്സ് പാരലൽ ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെക്ടേഴ്സ് കൊലീനിയർ ആവുന്ന കേസായിരുന്നു. ആ കേസിൽ എന്താ? A1/B1. ഓക്കെ, ആ റേഷ്യോ A1/B1 എടുത്തു കഴിഞ്ഞാൽ അത് A2/B2നോടും A3/B3നോടും ഈക്വൽ ആയിട്ട് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോടാ? 2 ലൈൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. 2 ലൈൻസ് ഉണ്ടെങ്കിൽ അതിന്റെ വെക്ടർ, അതിന്റെ ഡയറക്ഷൻ വെക്ടർ എടുക്കുക. ഡയറക്ഷൻ വെക്ടർ എടുത്തിട്ട് നമ്മൾ ഡയറക്ഷൻ ഏത് വെക്ടേഴ്സ് എടുക്കേണ്ടതെന്ന് അറിയോ? അപ്പൊ നമ്മൾ A + λB എന്ന് പറഞ്ഞിട്ട് എഴുതൂലേ? A + λB എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മുടെ വെക്ടർ ഇക്വേഷൻ ഉണ്ടാവുക. ഇതിന്റെ ഈ B മാത്രമാണ് എടുക്കേണ്ടത്. ഓക്കെ, ഈ B മാത്രം എടുത്തിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് കാണാം. ഡോട്ട് പ്രൊഡക്റ്റ് കാണുമ്പോൾ അത് 0 ആണെങ്കിൽ 2 വെക്ടേഴ്സും എന്താണ്? 2 ലൈൻസും, വെക്ടേഴ്സ് എന്ന് പറഞ്ഞാലും ലൈൻസ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ ആയതുകൊണ്ടാണ് മാറി മാറി യൂസ് ചെയ്യുന്നത് കേട്ടോ. 2 വെക്ടേഴ്സും പെർപെൻഡിക്കുലർ ആണെങ്കിൽ 0 ആയിരിക്കും. പാരലൽ ആവുകയാണെങ്കിൽ അവരുടെ I കോമ്പണൻസ്, J കോമ്പണൻസ്, Z കോമ്പണൻസ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ക്ലിയർ? ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് ലൈൻ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? cos θ is equal to B1.B2 by magnitude of B1, magnitude of B2. ഇതിന്റെ മോഡുലസ് വാല്യൂ വേണം. ഓക്കെ, cos θ equal to, കണ്ടോ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, A + λB, A + μB 2 ലൈൻസ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ A1 + λB1 ഉം A2 + λ അല്ലെങ്കിൽ വേറെ ഏത് കോൺസ്റ്റന്റും ആവാം, μ2. ഇതാണ് നമ്മുടെ രണ്ട് ലൈൻസ് എന്ന് പറയുന്നത്. എടാ, ഈ 2 ലൈൻസിലെ B1 ഉം B2 മാത്രം എടുക്കുക, ഇതിന്റെ ഡയറക്ഷൻ വെക്ടേഴ്സ് മാത്രം എടുക്കുക, എന്നിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കണം. ഓക്കെ, സോ ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെയാ വരിക? ഫസ്റ്റത്തെ കേസിൽ 3 × 1 + 2 × 2 + 6 × 2 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 എന്താ മക്കളെ വരിക? √9 + 4 + 36 × √1 + 4 + 4. ഓക്കെ,
ഇനി ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോസ് തീറ്റയുടെ വാല്യൂ കിട്ടുന്നത് 3 പ്ലസ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് വേണം കേട്ടോ, മോഡുലസ് വേണം, മോഡുലസ് പ്ലസ് വാല്യൂ മാത്രം, അക്യൂട്ട് ആംഗിൾ മാത്രം മതി നമുക്ക്. സോ 3 പ്ലസ് 4 പ്ലസ് 12 ഡിവൈഡഡ് ബൈ നോക്കിക്കേ 49 റൂട്ട് 49 7 ആണ് ഇൻറ്റു ഇത് എത്രയാ 9 ആണ്, 9 ഇൻറ്റു 3 സോറി 9 ഇൻറ്റു റൂട്ട് 3 വരും. സോ 7 ഇൻറ്റു 3 21 വരും. മേലെ എന്താ വരുന്നത് 7 പ്ലസ് 12 19 ബൈ 21. അതായത് കോസ് തീറ്റ എന്ന് പറയുന്നത് 19 ബൈ 21 ആണ്. അപ്പൊ തീറ്റയുടെ വാല്യൂ എന്താടാ കോസ് ഇൻവേഴ്സ് 19 ബൈ 21. ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ നമ്മുടെ ടു ലൈൻസ്. ക്ലിയർ ആയോ? ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് ഓഫ് 19 ബൈ 21. ക്ലിയർ, അടിപൊളി. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ പെയർ ഓഫ് ലൈൻസ്. തൊട്ട് മുന്നേ തന്നത് നമുക്ക് വെക്ടർ ഫോമിലായിരുന്നു, ഇപ്പൊ തന്നിരിക്കുന്നത് എന്താ കാർട്ടീഷ്യൻ ഫോമിലാണ്. എന്ത് ചെയ്താൽ മതി? നമുക്ക് അറിഞ്ഞൂടെ ഇതിനെ വെക്ടർ ഫോമിലേക്കൊക്കെ എഴുതാനൊക്കെ അറിയാം അല്ലെ? അതായത് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു b1 ഡോട്ട് b2 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 മാഗ്നിറ്റ്യൂഡ് ഓഫ് b2 ഇതിന്റെ മോഡുലസ്. മക്കളെ നമ്മുടെ a പ്ലസ് ലാംഡ ബിയിലുള്ള ലാംഡ b1 ഈ പോർഷൻ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അല്ലെ? ഈ പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. അത് കാർട്ടീഷ്യൻ ഫോമിലാണെങ്കിൽ ആ പോർഷൻ നമുക്ക് എവിടുന്നാ കിട്ടുക? ഈ ഡിനോമിനേറ്റേഴ്സ് എന്നല്ലേ കിട്ടുക അല്ലെ? ഈ ഡിനോമിനേറ്റേഴ്സ് എന്നാണ് കിട്ടുക. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇവര് തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് ആണ് എടുക്കേണ്ടത്. അപ്പൊ എന്ത് വരും? 2 ഇൻറ്റു -1 2 ഇൻറ്റു -1 പ്ലസ് 5 ഇൻറ്റു 8 പ്ലസ് -3 ഇൻറ്റു 4 വരും ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയേഴ്സ് 4 പ്ലസ് 25 പ്ലസ് 9 ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 64 പ്ലസ് 16. ഓക്കെ, ഇനിയോ സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇതിന്റെ മോഡുലസ് വാല്യൂ ആണ് വേണ്ടത്. ക്ലിയർ? സോ മേലെന്ത് വരും? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു -2 പ്ലസ് 40 മൈനസ് 12 ഡിവൈഡഡ് ബൈ 25 പ്ലസ് 4 29 പ്ലസ് 9 38. അപ്പൊ റൂട്ട് 38 വരും ഇവിടെ ഇൻറ്റു റൂട്ട് ഓഫ് ഇവിടെ എന്താ വരിക 64 പ്ലസ് 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 80 കിട്ടും. 81ന്റെ റൂട്ട് എത്രയാണ്? 9 ആണ്. സോ റൂട്ട് 81 ഇടാം തൽക്കാലം. ഓക്കെ, മേലെ എന്താ മക്കളെ വരുന്നത്? 40 മൈനസ് 14 വരും അല്ലെ? സോ 26. 40 മൈനസ് 14 26 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു റൂട്ട് 38. സോ ഇതാണ് കോസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് ഓഫ് 26 ബൈ 9 റൂട്ട് 38. കിട്ടിയോ? ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. അപ്പൊ നമ്മൾ വെക്ടർ ഫോമും പഠിച്ചു, കാർട്ടീഷ്യൻ ഫോമിൽ തന്നാലും ആംഗിൾ കണ്ടുപിടിക്കാൻ പഠിച്ചു. റെഡി? ഇനി എന്താ ഉള്ളത്? ഈ രണ്ട് ലൈൻസും പെർപെൻഡിക്കുലർ ആണ്, അല്ലെങ്കിൽ അറ്റ് റൈറ്റ് ആംഗിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് പി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പി കണ്ടോ, ഇവിടെ ഉണ്ട്, പി ഇവിടെ ഉണ്ട്. വാല്യൂ ഓഫ് പി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന് മുന്നിലുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് സേഫ് ആയിരുന്നു. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ x-2 y-1 z- ഞാൻ പറഞ്ഞ നമ്മുടെ ഇക്വേഷനിലെ എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും കോഎഫിഷ്യൻസ് ഒക്കെ +1 ആയിരുന്നു. പക്ഷെ ഇവിടെ നോക്കിക്കേ, ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഇവിടെ 1 - x എന്നുള്ളത് എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് -1 നടക്കുവോ? നടക്കില്ല. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് എപ്പോഴും +1 ആയിരിക്കണം. വൈയുടെ കോഎഫിഷ്യന്റും സെഡിന്റെ കോഎഫിഷ്യന്റും ഒക്കെ +1 ആയിരിക്കണം. സോ 1 - x/3 എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോഎഫിഷ്യന്റ് -1 മാറ്റി 1 ആക്കണമെങ്കിൽ ടോട്ടലി നമ്മൾ -1 വെച്ച് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ -1 പുറത്തെടുക്കുക എന്ന് പറയും അല്ലെ? അതായത് എന്ത് വരും? എക്സ് വരും. 1നെ നമ്മൾ -1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ -1 വരും. 3നെ നമ്മൾ -1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ -3 വരും. ക്ലിയർ ആയോ? മാറ്റുന്ന മനസ്സിലായോ? 7y -14 ഡിവൈഡഡ് ബൈ 2p. നമ്മൾ എന്താ ചെയ്യുന്ന മക്കളെ? 7 വെച്ച് ഡിവൈഡ് ചെയ്യുക. ടോട്ടലി 7 വെച്ച് ഡിവൈഡ് ചെയ്യുക എന്ന് പറയാം, അല്ലെങ്കിൽ 7 പുറത്തെടുക്കുന്നു എന്ന് പറയാം. സോ 7 വെച്ച് എന്ത് വരും? ഇവിടെ y-2 വരും ഡിവൈഡഡ് ബൈ 2 എന്നാണ് വരിക, 2p എന്നാണ് വരിക. അപ്പൊ ഈ 7 എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകും. സോ y-2 ബൈ 2/7p എന്ന് വരും. ഓക്കെ, ഇത് നമ്മൾ നോർമലി 7 പുറത്തെടുക്കുന്നു എന്ന് ചെയ്യുന്ന പോലെ. ഇനി അങ്ങനെയല്ല, ടോട്ടലി 7 വെച്ച് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നേരെ y-2 ബൈ 2/7p എന്ന് കിട്ടും. രണ്ട് സെയിം ആണേ, നമ്മൾ രണ്ട് രീതിയിൽ പറയുന്നതേ ഉള്ളൂ. എനിക്കറിയാലോ ഒരു വ്യത്യാസം. ഇനി അടുത്ത കേസ് എന്താ? സെഡിനെ മാറ്റണം. സെഡിനെ മാറ്റി കഴിഞ്ഞാൽ സെഡിനെ മാറ്റേണ്ട ആവശ്യമില്ല. z-3 സെഡ് സേഫാ, ഒരു പ്രശ്നവും. അപ്പൊ ഇനി നമുക്ക് അറിയാനുള്ളത് ഈ രണ്ട് വാല്യൂസ് ഇവിടെ മാറ്റാനുണ്ട് അല്ലെ? സെക്കൻഡ് സ്ട്രേറ്റ് ലൈനിന്റെ മാറ്റാനുണ്ട്. സോ അവിടെ നമുക്ക് നോക്കിക്കേ, ഇവിടെ -7 ആണ് എക്സിന്റെ കോഎഫിഷ്യന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടലി -7 വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ അത് തിരിഞ്ഞിട്ട് എന്ത് വരും? x-1/3/7p എന്ന് വരും. -3/7p എന്ന് വരും. ഓക്കെ,
പിന്നെ എന്താ വരിക ഈക്വൽ ടു y മൈനസ് 5 അത് സെയിം ആണ് y മൈനസ് 5/1 തന്നെയാണ് 6 മൈനസ് z ആ വന്നത് അപ്പൊ -1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ z മൈനസ് 6 ഡിവൈഡഡ് ബൈ -5 എന്ന് വരും ക്ലിയർ അല്ലേ ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻസിനെ സേഫ് ആക്കി വെക്കേണ്ടത് ഇനി നമുക്ക് നോക്കാം നമ്മുടെ രണ്ട് ലൈൻസും റൈറ്റ് ആംഗിൾസ് ആണല്ലോ ഉള്ളത് അതായത് ഈ ഡയറക്ഷൻ വെക്ടേഴ്സ് ഇല്ലേ അതായത് ഈ താഴെയുള്ള ഡിനോമിനേറ്റേഴ്സും ഈ താഴെയുള്ള ഡിനോമിനേറ്റേഴ്സും ഇതല്ല നമുക്ക് ഇവിടെയുള്ള ഡിനോമിനേറ്റേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 കിട്ടണം എന്നുള്ളതാണ് കണ്ടീഷൻ ഓർമ്മയുണ്ടല്ലോ അതായത് b1 ഡോട്ട് b2 0 ആവുന്ന കേസാണ് വേണ്ടത് അപ്പൊ നോക്കാം ഇവിടുത്തെ ഇതാ -3 ഇൻറ്റു ഇത് വരണം -3/7 p വരണം അതാണ് x-1ന്റെ അടിയിലുള്ള വാല്യൂസ് വരുന്നത് ക്ലിയർ സോ -3 ഇൻറ്റു -3/7 p പ്ലസ് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നതാണ് പ്ലസ് എന്ത് വരും ഇവിടെ ഏതാ ഉള്ളത് 2/7 p ഇൻറ്റു ഏതാ മക്കളെ വരണ്ടേ 1 വരും സോ 2/7 p പ്ലസ് മൂന്നാമത്തെ കേസിൽ എത്ര വരും z-ന്റെ താഴെ 2 ആണ് 2 ഇൻറ്റു -5 വരും 2 ഇൻറ്റു -5 ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടണം എന്നാണ് നമ്മുടെ കണ്ടീഷൻ എന്തുകൊണ്ട് അവർ രണ്ടും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് സോ ഇവിടുന്ന് നോക്കി 3 ഇൻറ്റു 3 -3 ഇൻറ്റു -3 9/7 p പ്ലസ് 2/7 p -10 ഈക്വൽ ടു 0 അപ്പൊ ഈ 10നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് എഴുതാം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് എഴുതാം അപ്പൊ ഈ 10നെ ഇവിടെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഈക്വൽ ടു +10 എന്ന് പറഞ്ഞ് എഴുതാം ഓക്കെ സോ ഇത് മാറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു ഈക്വൽ ടു +10 എന്ന് എഴുതി ഇത് നമുക്ക് പിയുടെ വാല്യൂ വേണ്ടത് നോക്കിയേ 11/7 p is equal to 10 അപ്പൊ p എന്ത് വരും മക്കളെ 70 ഡിവൈഡഡ് ബൈ 11 അപ്പോ ഈ രണ്ട് തന്നിരിക്കുന്ന ലൈൻസും പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ പിയുടെ വാല്യൂ എത്ര ആയിരിക്കണം 70 ഡിവൈഡഡ് ബൈ 11 ആയിരിക്കണം ക്ലിയർ ആയോ ഇങ്ങനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്ലെയിൻ വെച്ചിട്ട് ആംഗിൾസ് വെച്ചിട്ട് പെർപെൻഡിക്കുലാരിറ്റി ഒക്കെ വെച്ചിട്ട് നമ്മൾ പിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് അങ്ങനത്തെ ക്വസ്റ്റൻസ് കാണാറുണ്ട് കേട്ടോ അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ക്യൂ ലൈൻസ് എന്താണ് ഈ സ്ക്യൂ ലൈൻസ് എടാ നമ്മുടെ 2D ആണ് സ്പേസ് എന്നുണ്ടെങ്കിൽ 2 ഡയമെൻഷണൽ സ്പേസ് ആണെങ്കിൽ രണ്ട് ലൈൻസ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ അവർ പാരലൽ ആയിരിക്കും അല്ലെങ്കിൽ അവർ എവിടെയെങ്കിലും വെച്ച് ഇന്റർസെക്ട് ചെയ്യും ഈ രണ്ട് കേസുകൾ മാത്രമേ ഉള്ളൂ 3 ഡയമെൻഷനിലേക്ക് വരുമ്പോൾ എന്താ കേസ് എന്നറിയോ നിങ്ങൾ ഒരു റൂം ഇമാജിൻ ചെയ്യുക നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ ഇമാജിൻ ചെയ്യാം അപ്പം ഏതൊക്കെ ചുമരുകൾ വേണം ഫ്ലോർ വേണം നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ചുമര് വേണം ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ചുമര് വേണം അതാണ് XY പ്ലെയിൻ YZ പ്ലെയിൻ XZ പ്ലെയിൻ 3 പ്ലെയിൻ ഉണ്ട് അപ്പം ഫ്ലോറിൽ കൂടെ ഒരു ലൈൻ ഇങ്ങനെ ചെരിഞ്ഞു പോകുന്നുണ്ട് ഫ്ലോറിൽ കൂടെ ഒരു ലൈൻ ഇങ്ങനെ ചെരിഞ്ഞു പോകുന്നുണ്ട് ഓക്കെ ഇവിടെ കൂടെ ഒരു ലൈൻ ഇങ്ങനെ വിലങ്ങനെ പോകുന്നുണ്ട് ഓക്കെ ഓക്കെ ഈ ലൈൻ്റെ എക്സ്റ്റൻഷൻ എങ്ങോട്ട് പോകും താഴേക്ക് അങ്ങോട്ട് പോകും ഇതിങ്ങനെ പോകും ഈ രണ്ട് ലൈൻസ് എവിടെയെങ്കിലും മീറ്റ് ചെയ്യോ ഇവർ പാരലൽ ആണോ സോ ഇങ്ങനെയുള്ള നോൺ കോപ്ലനാർ ലൈൻസ് അതായത് ഒരേ പ്ലെയിനിൽ അല്ലാത്ത ലൈൻസ് അവർ പാരലൽ അല്ല പക്ഷെ ഒരിക്കലും മീറ്റ് ചെയ്യില്ല അങ്ങനെയുള്ള ലൈൻസിനെയാണ് നമ്മൾ സ്ക്യൂ ലൈൻസ് എന്ന് പറയുന്നത് ക്ലിയർ ആയോ മക്കളെ സ്ക്യൂ ലൈൻസ് അവർ പാരലലും അല്ല പക്ഷെ ഒരിക്കലും മീറ്റ് ചെയ്യത്തില്ല രണ്ട് പ്ലെയിനിലാണ് കോപ്ലനാർ എന്ന് പറഞ്ഞാൽ ഒരേ പ്ലെയിനിൽ അപ്പൊ നോൺ കോപ്ലനാർ എന്ന് പറഞ്ഞാൽ വേറെ വേറെ പ്ലെയിനിൽ അങ്ങനെ ഇരിക്കുന്ന ലൈനുകളെയാണ് നമ്മൾ സ്ക്യൂ ലൈൻസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഈ സ്ക്യൂ ലൈൻസ് തമ്മിലുള്ള ആംഗിൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ആംഗിൾ അല്ല ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് അതായത് ഇപ്പൊ രണ്ട് ലൈൻസ് ഇങ്ങനെയാണെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ അവരുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും ഓക്കെ അപ്പൊ സപ്പോസ് നമ്മുടെ ഫസ്റ്റത്തെ ലൈൻ L1 ലൈൻ ഫസ്റ്റത്തെ ലൈൻ എന്ന് പറയുന്നത് A1 പ്ലസ് ഒരു ലാംഡ B1ഉം സെക്കൻഡ് ലൈൻ ഒരു A2 പ്ലസ് മ്യൂ B2 ആണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സ്ക്യൂ ലൈൻസ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ഫോർമുലയാണ് മക്കളെ ഇത് ഇതേപോലെ പഠിച്ചാൽ മതി A2 മൈനസ് A1 ഡോട്ട് പ്രൊഡക്റ്റ് A2 A1ഉം വെക്ടേഴ്സ് ആണ് അപ്പൊ ഇവിടെ ഒരു വെക്ടർ കിട്ടും ഡോട്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ B1 ക്രോസ് B2 രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാൻ ഓർമ്മയുണ്ടല്ലോ ഡിറ്റർമിനന്റ് ഒക്കെ കണ്ടിട്ട് അപ്പൊ ഇവിടെ നിന്ന് ഒരു വെക്ടർ കിട്ടും അതിന് നിങ്ങൾ ഡോട്ട് ചെയ്യേണ്ടത് ഏത് വെച്ചിട്ടാണ് ഇതിന് രണ്ടിന്റെയും ഡിഫറൻസ് വെച്ചിട്ട് ഡിവൈഡഡ് ബൈ ഈ കിട്ടുന്ന ക്രോസ് പ്രൊഡക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഇതിന്റെയൊക്കെ മോഡലസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് കിട്ടും എന്താണ് മോഡലസ് എടുക്കുന്നത് നെഗറ്റീവ് വാല്യൂ ഒക്കെ ചിലപ്പോൾ കിട്ടും പക്ഷേ ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആണ് ക്ലിയർ അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് L1 ആൻഡ് L2 ഹൂസ് വെക്ടർ ഇക്വേഷൻസ് ആർ ഓക്കെ അപ്പൊ ഇത് ഏത് ഫോമാ A പ്ലസ് ലാംഡ ബി ഫോം ആണ് ഇവിടുന്ന് A1ഉം A2 ഒക്കെ മാറി മാറി എടുത്ത് നമ്മൾ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യണം കണ്ടോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഫസ്റ്റ് A2 മൈനസ് A1 എന്ന് പറയുന്ന വെക്ടർ വേണം A2 മൈനസ് A1 കണ്ടേ A2 മൈനസ് A1 2 മൈനസ് 1 I J മൈനസ് J 0 അപ്പൊ അത് 0J പോട്ടെ പിന്നെ മൈനസ് K അവിടെ K ഇല്ല അല്ലെ മൈനസ് K മൈനസ് 0 വരും അപ്പൊ മൈനസ് K വരും
അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? a2 മൈനസ് a1 എന്ന് പറഞ്ഞാൽ i മൈനസ് കെ ആണ്. i മൈനസ് കെ ആണ്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് വേണ്ടത് b1 ക്രോസ് b2. മക്കളെ ഓർമ്മയുണ്ടോ? ഐ ജെ കെ എന്ന് മേലെ ഫസ്റ്റ് റോയിൽ ഡിറ്റർമിനന്റിൽ കൊടുക്കാം. പിന്നെ b1ന്റെ വെക്ടർ കൊടുക്കാം. b1 ഏതാ? ഇതാണ് b1. സോ 2 മൈനസ് 1 1. b2 3 മൈനസ് 5 2. ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് വെക്ടർ കണ്ടുപിടിച്ചേ, ഐ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. സോ മൈനസ് 2 പ്ലസ് 5 മൈനസ് j ഇൻറ്റു 4 മൈനസ് 3 പ്ലസ് k ഇൻറ്റു മൈനസ് 10 പ്ലസ് 3. ഇതായിരിക്കും നമ്മുടെ വെക്ടർ. എന്താ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്? 3i മൈനസ് j മൈനസ് 7k. ഇതായിരിക്കും നമ്മുടെ b1 ക്രോസ് b2. ഇപ്പൊ എന്തൊക്കെയായി? a2 മൈനസ് a1 ആയി, b1 ക്രോസ് b2 ആയി. ഇവരുടെ രണ്ടുപേരുടെയും ഡോട്ട് പ്രൊഡക്റ്റ് വേണം. സോ a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i മൈനസ് കെ ഡോട്ട് എന്താ മക്കളെ വരണ്ടേ? 3i മൈനസ് j മൈനസ് 7k. 3i മൈനസ് j മൈനസ് 7k. സോ എന്താ വരിക? ഡോട്ട് പ്രൊഡക്റ്റ് 3 ഇൻറ്റു 1 പ്ലസ് ജെക്ക് 0 ഇല്ല, ഒന്നുമില്ല ഇവിടെ, വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് ഒഴിവാക്കാം. മൈനസ് 1 ഇൻറ്റു മൈനസ് 7. സോ 3 പ്ലസ് 7 10 ആണ് ഡോട്ട് പ്രൊഡക്റ്റ് കിട്ടുക. 10 ആണ് ഡോട്ട് പ്രൊഡക്റ്റ്. ന്യൂമറേറ്ററിൽ 10 ആണ്. ഓക്കെ, ഇനി എന്താ വേണ്ടേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 ക്രോസ് b2. അത് ഇവിടുന്ന് തന്നെ കണ്ടുപിടിച്ചേക്കാം. ഓക്കെ, b1 ക്രോസ് b2ന്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് റൂട്ട് ഓഫ് 3 സ്ക്വയർ 9 പ്ലസ് 1 10 പ്ലസ് 49 59. റൂട്ട് 59 ആണ് വരിക. സോ ഇവിടെ എന്ത് വാല്യൂ വരും മക്കളെ? നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് 10 ബൈ റൂട്ട് 59. പോസിറ്റീവ് ആയതുകൊണ്ട് ഒന്നും നോക്കാനില്ല. 10 ബൈ റൂട്ട് 59 എന്ന് പറയുന്ന അത്രയും യൂണിറ്റ്സ് ആയിരിക്കും നമുക്ക് തന്ന രണ്ട് സ്ക്യൂ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ക്ലിയർ ആയോ? യെസ്. അടുത്ത ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ് കാർട്ടീഷ്യൻ ഫോമിൽ. ഇത് ശരിക്കും ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ഈ കാർട്ടീഷ്യൻ ഫോമിൽ നിന്ന് തന്നെ നിങ്ങളുടെ വെക്ടർ ഫോമിലേക്ക് കണ്ടുപിടിച്ചിട്ടാ ഈ ഫോമില്ലേ, ഇതിൽ നിങ്ങൾക്ക് b1ഉം b2ഉം a2 മൈനസ് a1 ഒക്കെ കണ്ടുപിടിച്ചിട്ട് എഴുതിയാൽ മതി. അപ്പൊ സപ്പോസ് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് അറിഞ്ഞു വെക്കുക. അതായത് ഫസ്റ്റ് ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ x2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഡിവൈഡഡ് ബൈ ijk വെച്ചിട്ട് നമ്മുടെ ഇത് തന്നെ b1 ക്രോസ് b2 ഇല്ലേ, അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇതിന്റെ ഫുൾ മോഡൽസ് എടുക്കണം. ഓക്കെ, സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഫോമുല ഇത് പഠിച്ചു വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് പഠിക്കാം, അല്ലെങ്കിൽ വെറുതെ ഒരു ഫോമുല കൂടെ പഠിച്ച് സ്പേസ് കളയണ്ട. ഇത് തന്നെ എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് വെക്ടർ ഫോമിലേക്ക് എഴുതിയാൽ മതി. ഓൾ റൈറ്റ്. സോ ഇവിടെ നിന്ന് നമ്മുടെ ഡി എന്താണ്? ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 ക്രോസ് b2. ഇതിന്റെ മോഡലസ് ആണ്. കണ്ടോ? അപ്പൊ ഇവിടുന്ന് a2 മൈനസ് a1 എന്ന് നമുക്ക് അറിയാലോ. സോ ആദ്യം a2 മൈനസ് a1. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് വെക്ടർ ഇക്വേഷൻ ആക്കി മാറ്റി എഴുതാം. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചില്ലേ കാർട്ടീഷ്യൻ വെക്ടർ ആക്കുന്നത്. ഒന്നുകിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഡയറക്റ്റ് ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അതായത് നോക്കിക്കേ, a2 മൈനസ് a1 നമുക്കറിയാം ഇതൊക്കെയാണ് നമ്മുടെ a1 a2 വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത്. സോ ഓക്കെ, നമുക്ക് വെക്ടർ ആയിട്ട് തന്നെ എഴുതാം. a1 എന്ന് പറയുന്ന വെക്ടർ എന്തായിരിക്കും? a1 എന്ന് പറയുന്ന വെക്ടർ നോക്കി, ഇവിടെ x+1 ആണ്. x+1 ആവുമ്പോൾ മൈനസ് എന്നുള്ള -1 ആയിരിക്കും നമ്മുടെ x1. സോ മൈനസ് i മൈനസ് j മൈനസ് k ആണ് നമ്മുടെ a1 വെക്ടർ. a2 എന്ന് പറയുന്ന വെക്ടർ എന്തായിരിക്കും? 3i പ്ലസ് 5j പ്ലസ് 7k. കണ്ടോ? a1 a2 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് a2 മൈനസ് a1 സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. a2 മൈനസ് a1 എന്താ? a2 മൈനസ് a1 എന്ന് പറഞ്ഞാൽ 3 മൈനസ് -1 4i 5 മൈനസ് -1 6j 7 മൈനസ് -k. സോ 8k. ഇതാണ് എന്ത്? a2 മൈനസ് a1 എന്ന് പറയുന്ന വെക്ടർ. കിട്ടിയോ? യെസ്. ഇനി b1 ക്രോസ് b2. b1 ക്രോസ് b2. ഓക്കെ, b1 ക്രോസ് b2 എന്ന് പറഞ്ഞ ഡിറ്റർമിനന്റ് ആദ്യം വരയ്ക്കാം. ijk ഇടാം. ഇനി b1ഉം b2 ഏതാ മക്കളെ? b1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താഴെയുള്ള ഡിനോമിനേറ്റേഴ്സ് ഉള്ള വാല്യൂ ആണ്. സോ 7 മൈനസ് 6 1. താഴെ എന്ത് വരും? 1 മൈനസ് 2 1 വരും. സിമ്പിൾ, വെരി സിമ്പിൾ. ഓക്കെ, ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചേ. i ഇൻറ്റു മൈനസ് 6 പ്ലസ് 2 മൈനസ് j ഇൻറ്റു 7 മൈനസ് 1 പ്ലസ് k ഇൻറ്റു മൈനസ് 14 പ്ലസ് 6. ഓക്കെ, സോ മൈനസ് 6 പ്ലസ് 2 മൈനസ് 4i 7 മൈനസ് 1 ഇൻറ്റു -1. അവിടെ 6 കിട്ടി, ഇവിടെ ഒരു നെഗറ്റീവ് ഉള്ളതുകൊണ്ട് -6 6j
minus 14 plus 6 minus 18 minus 8k minus 8k. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക? മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2 root of 16 plus 36 plus 64. ടോട്ടൽ എന്താ വരിക? 64 plus 36 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 100 കിട്ടും. അതിൻ്റെ കൂടി 16 കൂടെ. അപ്പം √116 ആണ് നമ്മുടെ ക്രോസ് പ്രൊഡക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത്. ഓക്കെ, അത്രയും കിട്ടി. ഇനി ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. അതായത് A2 minus A1 ഡോട്ട് B1 ക്രോസ് B2 വേണം അല്ലേ? A2 minus A1 ഡോട്ട് B1 ക്രോസ് B2. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ ചെയ്ത് അങ്ങ് പോവാവേ. 4 into -4 എത്ര വന്നു? -16 വന്നു. പ്ലസ് 6 into -6 എത്രയാ? -36 പ്ലസ് 8 into -8 എത്ര വന്നു? -64. നേരത്തെ വന്ന അതേ വാല്യൂസ് അല്ലേ മക്കളെ? നമുക്ക് 116ന്റെ നെഗറ്റീവ് ആണെന്ന് കിട്ടും. ഇനി നമുക്ക് ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -116 ബൈ √116ന്റെ മാഗ്നിറ്റ്യൂഡ് വാല്യൂ, അതായത് 116 ബൈ √116. ഇപ്പൊ എന്ത് കിട്ടി? √116 യൂണിറ്റ്സ് ആയിരിക്കും ആൻസർ വരുന്നത്. ആ രണ്ട് സ്ക്യൂ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് √116 യൂണിറ്റ്സ് ആണ്. സെറ്റ് അല്ലടാ? ഇത് നോക്കിക്കേ, രണ്ട് പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുമ്പോഴേ ക്വസ്റ്റ്യൻ കണ്ടോ, ഈ രണ്ട് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനേ ചോദ്യമുള്ളൂ. പക്ഷെ ഇത് പാരലൽ ലൈൻസ് ആണ്, നമുക്ക് എങ്ങനെ മനസ്സിലാവും? അതായത് പാരലൽ ലൈൻസ് ആണെങ്കിൽ ഈ A1ലും A2ലും മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അവരുടെ ഡയറക്ഷൻ വെക്ടേഴ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. B എന്ന് പറയുന്നതല്ലേ ഡയറക്ഷൻ വെക്ടേഴ്സ്. സോ B എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കും. സോ ഈ രണ്ട് ഇക്വേഷൻസ് നോക്കിക്കേ, ഇവിടുത്തെ ബിയും സെയിം ആണ്. അപ്പൊ ഇങ്ങനെ ഇക്വേഷൻസ് കാണുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് ഇക്വേഷൻസ് അല്ലെങ്കിൽ ഈ രണ്ട് ലൈൻസ് എന്താണ്? പാരലൽ ലൈൻസ് ആണെന്ന്. എന്താ ഇക്വേഷൻ വരുന്നത്? B ക്രോസ് B എന്ന് പറയുന്നത് സെയിം അല്ലേ? ഒറ്റ വെക്ടർ അല്ലേ ഉള്ളൂ, B സെയിം ആണ്. ക്രോസ് A2 minus A1 by magnitude of B ന്റെ മോഡുലസ്. വെരി സിമ്പിൾ അല്ലേ? സോ ഡിസ്റ്റൻസ് is equal to magnitude of modulus of B cross A2 minus A1 divided by magnitude of B. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ആദ്യം A2 minus A1 കണ്ടുപിടിച്ചേ. A2 minus A1 3 minus 1 I 2I 3 minus 2J plus J. പിന്നെ -5 minus k, അപ്പൊ -k വരും. ഓക്കെ, കിട്ടി. ഇനി B വേണം. B എന്ന് പറഞ്ഞാൽ ഏതാണ് വെക്ടർ? B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2y plus 3j plus 6k ആണ്. ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാടാ. ക്രോസ് B ക്രോസ് A2 minus A1 I J K. ഫസ്റ്റ് B എഴുതാം. B എന്ന് പറയുന്ന വെക്ടർ എഴുതാം. സോ 2 3 6 വരുന്നു. A2 minus A1 എന്ന് പറഞ്ഞാൽ 2 1 -1 വരുന്നു. ഓക്കെ, എങ്ങനെയാ പ്രോഡക്റ്റ് വരുന്നത്? I into -3 minus 6 minus j into -2 minus 12 plus k into 2 minus 6. എന്താ മക്കളെ വെക്ടർ വരിക? -9i -14j അല്ല -14j അല്ല +14j -4k. ഇതാണ് നമ്മുടെ ക്രോസ് പ്രൊഡക്റ്റ് വരിക. ഇതിന്റെ എന്ത് വേണം? ഇതിന്റെ ഒന്നും വേണ്ട അല്ലെ? സോ B1 ക്രോസ് A2 minus A1 ന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √9ന്റെ ക്രോസ് സ്ക്വയർ 81, 14ന്റെ സ്ക്വയർ 196 പ്ലസ് 4ന്റെ സ്ക്വയർ 16. എത്ര വരും? √196 16 81 13 വന്നു. 10 plus 1 11 11 plus 9 18 293. ഓക്കെ, √293 ആണ് മേലെ വരുന്നത്. താഴെ എന്ത് വരും? താഴെ മാഗ്നിറ്റ്യൂഡ് ഓഫ് B വേണം. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് B ഇവിടെ തന്നെ കണ്ടുപിടിക്കാം. √4 plus 9 plus 36, അപ്പൊ 49 7 ആണ് വരിക. എത്ര വരുന്നത്? അപ്പൊ ഇവിടെ 7. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് തന്നെയാണ്. സോ √293/7 യൂണിറ്റ്സ് ആയിരിക്കും മക്കളെ ഈ രണ്ട് പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ 3 dimensional ജിയോമെട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ബാക്കോട്ടൊന്ന് പഠിച്ചു പോവാം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചെന്നുള്ളത് ഫസ്റ്റ് നോക്കിക്കാൻ. നമ്മൾ ഫസ്റ്റ് അല്ല ലാസ്റ്റ് നമ്മൾ പഠിച്ചത് രണ്ട് പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണെന്നാണ്. പിന്നെ രണ്ട് സ്ക്യൂ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു. അതിന്റെ ഫോർമുല എന്തായിരുന്നു? A2 minus A1 ക്രോസ് ഡോട്ട് B1 ക്രോസ് B2 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2. ശ്രദ്ധിക്കണം, ഇതിൽ നമ്മുടെ ഫോർമുലയിൽ രണ്ടും സെയിം ആണെങ്കിൽ അത് പാരലൽ ലൈൻസ് ആയിരിക്കും എന്നുള്ളതാണ്. യെസ്, പിന്നെ നമ്മൾ
ലൈനുകളുടെ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലെ. cos theta is equal to b1 dot b2 by modulus of b magnitude of b1 into magnitude of b2. ഈ b1 ഉം b2 നമ്മുടെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഡയറക്ഷൻ വെക്ടർ വെച്ചിട്ട് മാത്രമാണ് ഈ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കേണ്ടത്. അതായത് വെക്ടർ ഫോമിലാണെങ്കിൽ ഈ ഒരു വാല് മാത്രം, കാർട്ടീഷ്യൻ ഫോമിലാണെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് മാത്രം. ഓക്കെ, ഓർത്തിരിക്കുക. ഇനിയോ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് കഴിഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചത് ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വെക്ടർ ഫോമിലേക്കും കാർട്ടീഷ്യൻ ഫോമിലേക്കും കൺവേർട്ട് ചെയ്യുന്ന രീതി നമ്മൾ പഠിച്ചു അല്ലെ. പിന്നെ നമ്മൾ പഠിച്ച ഡയറക്ഷൻ കൊസൈൻസും ഡയറക്ഷൻ റേഷ്യോസും ആയിരുന്നു അല്ലെ. സോ മക്കളെ, നമ്മുടെ 3 dimensional geometry from +2 ഇവിടെ സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രമല്ല, മാത്സിൽ ഏത് ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ആകെ അതിനോട് ചെയ്യേണ്ട ഒരു നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളതാണ്. വീണ്ടും 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 ചെയ്ത പ്രോബ്ലംസ് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ വീണ്ടും വീണ്ടും എടുത്ത് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുക. ഓൾ റൈറ്റ് മക്കളെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ വരുന്ന എക്സാംസിനൊക്കെ 3 dimensional geometry നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, ഇതൊക്കെ സെറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സോ അടിപൊളിയായിട്ട് മിടുക്കന്മാരായിട്ട് എല്ലാ പരീക്ഷ എഴുതി സെറ്റ് ആവാം.